പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം, ആയുസ്സിൽ ഇന്നുവരെ കാണാത്ത ഒരു പുതുപുത്തൻ ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ദാനം ചെയ്തു. സൂര്യപ്രകാശം നമ്മുടെ മുഖത്ത് ഏൽക്കുന്നതിന് മുമ്പ് നീതി സൂര്യൻ്റെ പാദപീഠത്തിലിരുന്ന് ദൈവവചനം ധ്യാനിച്ച് ആ നീതി സൂര്യൻ്റെ പ്രകാശത്തിൽ നടക്കാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ശരീരങ്ങളെ, പ്രാണങ്ങളെ, ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനശുദ്ധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 16 and 17. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. ഈ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ബൈബിളിന്റെ കീ വേഴ്സ്, താക്കോൽ വാക്യം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിനകത്തേക്ക് കയറുമ്പം വീടിന്റെ താക്കോലിട്ട് അകത്ത് കയറാൻ ഒരു ചെറിയ കീ. ഇതുപോലെ വേദപുസ്തകമാകുന്ന സാഗരത്തിലേക്ക് കടക്കാനുള്ള കീ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവവചനമാണ് ഇന്ന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടത്. അതിനകത്ത് യേശു കർത്താവ് ഭൂമി വന്ന ഉദ്ദേശം എന്താണെന്ന് പറയുമ്പോൾ തന്നെ എന്തിനല്ല വന്നതെന്നും എന്തിനാണ് വന്നതെന്നും 17-ാം അധ്യായം പറയുന്നുണ്ട്. പിതാവ് പുത്രനായ യേശുവിനെ അയച്ചത് എന്തിനാണെന്ന്, എന്തിനല്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് സാധാരണ ഇന്ന് വ്യത്യസ്തമായൊരു മെസ്സേജാണ് കേൾക്കുന്നത്. രക്ഷിക്കപ്പെട്ട ആളുകൾ ചിന്തിക്കുക, എന്നോട് എന്തിനാ? ഇല്ല, ഇത് നമുക്ക് പാകമാകുന്ന, നമുക്ക് വേണ്ടി ഉതകുന്ന ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. 17-ാമത്തെ വാക്യത്തിൽ എന്തിനല്ല യേശു വന്നത്, എന്തിനാണ് യേശു വന്നത്, ആരാണ് അയച്ചത്, ഇത്രയും കാര്യങ്ങൾ 17-ാമത്തെ വാക്യത്തിൽ വ്യക്തമാകുന്നുണ്ട്. അതൊന്ന് ചിന്തിച്ചിട്ട് 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ പറയുന്നത്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, അതിനല്ല വന്നത്, വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ആരാണ് യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് വ്യക്തമാണ്. അതൊന്നുകൂടെ പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം പറയുന്ന പോലെ ദൈവത്തോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി ദാസ്യ രൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിനെ അനുസരിക്കുന്നവനായി മാറിയ യേശു കർത്താവ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇൻകാർണേഷൻ. യേശു കർത്താവ് സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് താണലോകത്തേക്ക് ഒരു അവതാരമായി, ദൈവത്തിന്റെ അവതാരമായിട്ട് പുത്രനായിട്ട് ഇറങ്ങി വന്ന മനുഷ്യപുത്രനാണ് യേശു കർത്താവ്. അത് അയക്കപ്പെട്ടത് പിതാവിനാലാണ്. അയക്കപ്പെടുന്നതിന് ഉദ്ദേശമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തില് യേശു കർത്താവ് വന്നത് ശിക്ഷിക്കാനാണ്, അടിക്കാനാണ്, ഇല്ലാതാക്കാനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വ്യക്തമായി യോഹന്നാൻ ലോക സൃഷ്ടിയോട് യൂണിവേഴ്സൽ ഗോസ്പലായിട്ട്, അത് ലോഗോസായിട്ട് പരിണമിക്കാൻ തക്കവണ്ണം നമ്മോട് പറയുന്നൊരു വാക്കാണ്, ലോകത്തെ വിധിപ്പാനല്ല, ശിക്ഷ കൂട്ടാനല്ല, തകർത്തു കളയാനല്ല, നീ തകരുന്ന നിന്നെ ഒന്നുകൂടെ നശിപ്പിച്ച് കളയാനല്ല ദൈവം ലോകത്തിലേക്ക് യേശു കർത്താവിനെ അയച്ചത്. ലോകത്തെ വിധിപ്പാനല്ല, മറിച്ച് അവരിൽ വിശ്വസിക്കുന്നവൻ, അവിടെ അതിൽ അടുത്ത വാക്യം അത് പറയുന്നുണ്ട്, അവനാൽ രക്ഷ പ്രാപിപ്പാനത്രേ. അതുകൊണ്ട് ഇന്ന് യേശു കർത്താവിന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്ന ദൈവജനം ചിന്തിക്കണം, അവനാൽ രക്ഷ പ്രാപിപ്പാനത്രേ. നിന്നെ നശിപ്പിച്ച് കളയാനല്ല, നിന്നെ ഇല്ലാതാക്കാനല്ല, നിനക്ക് ഒരു രക്ഷ പ്രാപിപ്പാൻ, ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിപ്പാൻ. ആ വചനം അവിടെ ആ പിതാവ് അയച്ചു, വിധിപ്പാനല്ല, നിന്നെ രക്ഷിപ്പാൻ. ലോകം അവനാൽ രക്ഷ പ്രാപിപ്പാൻ അത്രേ. അടുത്ത വചനം, എങ്ങനെ അത് പ്രാപിക്കാം, എങ്ങനെ രക്ഷ പ്രാപിക്കാം? നമ്മൾക്ക് രക്ഷയ്ക്ക് 3 തലങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെടുവാനുണ്ട്, തേജസ്കരിക്കപ്പെടുവാനുണ്ട്. നിൽക്കട്ടെ, അത് മറ്റൊരു സംസാരിക്കാം. പക്ഷേ ഇവിടെ പറയുന്ന ആ വചനത്തിനകത്ത് എങ്ങനെ രക്ഷ പ്രാപിക്കാം, ഈ വിധിപ്പാനല്ല, രക്ഷ പ്രാപിപ്പാൻ അത്രേ. അപ്പൊ എങ്ങനെ ഈ രക്ഷ പ്രാപിക്കാം എന്നുള്ളത് അടുത്ത വചനത്തിനകത്ത് ഉറപ്പ്
ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് 16-ാമത്തെ വാക്യത്തിനകത്ത് തൻ്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ദൈവത്തിന്റെ ഏകജാതനാകുന്ന പുത്രൻ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇത് ഇന്ന് വരെ ആഗോളമായി യൂണിവേഴ്സലായി കണ്ടിട്ടുള്ളതില് ഇതിനപ്പുറത്തൊരു വാക്യമില്ല പിതാവിന്റെ സ്നേഹത്തെ കുറിക്കുന്നത്. തന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു കർത്താവിൽ വിശ്വസിക്കുക. അത് ആരെന്നില്ല, ആ സ്ത്രീയൊന്നോ പുരുഷനൊന്നോ ഇന്നില്ല, കാസ്റ്റ്, വർണ്ണ വിവേചന കളർ വ്യത്യാസമില്ലാതെ ആരേശുവിൽ വിശ്വസിക്കുന്നവൻ തന്റെ ഏകജാതനാകുന്ന പുത്രനാകുന്ന യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും അതിനൊരു വ്യത്യാസമില്ല. വർഗ കളർ ഒരൊറ്റ വ്യത്യാസമില്ലാതെ, ഏത് ലിംഗ വ്യത്യാസമില്ലാതെ ആരായാലും വിശ്വസിക്കുന്ന ഏവനും അവനൊരു പദവി പറയുന്നുണ്ട്, നശിച്ചു പോകാതെ. നിന്നോട് ഈ ലോകം പറയുന്നു നശിക്കുമെന്ന്, നിനക്ക് തോന്നുന്നു നശിക്കുമെന്ന്. ഇന്നൊരു വസ്തുത നിന്നോട് പറയാം, നശിച്ചു പോകാതെ, നശിച്ചു പോകത്തില്ല. കാര്യം നീ യേശുവിലാ വിശ്വസിക്കുന്നത്. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ വചനത്തിനകത്തേക്ക് വന്നേ, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്ന് ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ഒന്നും നീ നശിച്ചു പോകുന്നില്ല, നീ വിധിക്കപ്പെടുന്നില്ല. മറിച്ച് അത് രണ്ടിനും അപ്പുറത്ത് യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ ലോകത്തിലെ ഹാമിൽ നിന്ന്, ഈ ലോകത്തിലെ ദുഷ്ടനിൽ നിന്ന്, ദുഷ്ടപിശാചിൽ നിന്ന്, വരുന്ന ആപത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് നിന്നെ ദൂതന്മാരെ അയച്ച് പ്രൊട്ടക്ട് ചെയ്യുക മാത്രമല്ല, വരുവാനുള്ള ലോകത്തില് നിത്യജീവനെ പ്രദാനം ചെയ്യുന്ന ഒരു വിശ്വാസമാണ് അതിവിശുദ്ധ വിശ്വാസമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന നിന്റെ വിശ്വാസമെന്ന് ഈ വചനം കേൾക്കുമ്പോ, ഈ സന്ദേശം കേൾക്കുമ്പോ ദൈവകുഞ്ഞെ മറന്നു പോകരുത്. ഹല്ലേലൂയ. നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവരെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന് സ്നേഹമുണ്ട്. ഒന്ന് ചിന്തിച്ചേ, പുത്രനെ സ്നേഹിക്കണോ ലോകത്തെ സ്നേഹിക്കണോ? നമ്മൾക്കൊക്കെ ആരെയാ സ്നേഹം? പുത്രനെയാണോ പുറത്തുള്ളവരെയാണോ? എല്ലാ മനുഷ്യരും വരും പുത്രനെയാ സ്നേഹം, അല്ലെ? മക്കളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ മകനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മകനെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്നെങ്കിലും ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ ഹൃദയം പൊട്ടുന്ന ഒരു നിലവിളിയോടെ, എന്റെ ദൈവമേ, എന്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുമ്പോ ആ നിലവിളി കേൾക്കാതെ പിതാവ് മുഖം മറച്ചു കളഞ്ഞു. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാൽവരി ക്രൂശിൽ യാതനയിൽ കിടന്നപ്പോൾ മുഖം മറച്ചു കളഞ്ഞത് എഴുതിയിരിക്കുന്നത്. തന്റെ ഏകജാതനാകുന്ന പുത്രൻ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, മരണത്തിലൂടെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ലോകത്തെ എന്ന് പറയുമ്പോ കുഞ്ഞേ, ലോകത്തെ എന്ന് പറയുമ്പോൾ ആ പേരൊന്ന് മാറ്റിക്കോ. എല്ലാവരെയും സ്നേഹിച്ചു, പക്ഷെ എല്ലാവരും അതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. നിന്റെ പേരെന്ന് എഴുതി വെച്ചോ. ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ പേരെഴുതിക്കോ. നിന്നെ സ്നേഹിച്ചു. പേഴ്സണല വ്യക്തിപരമാ ദൈവത്തിന്റെ സ്നേഹം നിന്നെ സ്നേഹിച്ചു. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം നിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഇന്നൊന്നുകൂടി ഉറച്ച് വിശ്വസിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ശിക്ഷാവിധിയില്ല, രക്ഷയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, അവന് രക്ഷയുണ്ട്. രക്ഷിക്കപ്പെടുന്നവർക്ക്, ക്രൂശിലെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് വിശ്വാസം ആകുന്നു. അല്ല, നിത്യജീവനാ. നമുക്ക് വിശ്വാസത്താലുള്ള നിത്യജീവനാ ഇത്. അവനും ഒന്നുകൂടി ഉറപ്പിക്കട്ടെ, തന്റെ ഏകജാതനാകുന്ന പുത്രൻ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും, വിശ്വാസം മാത്രമാണ് അതാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, നീ നശിക്കത്തില്ല കുഞ്ഞെ. കർത്താവിനാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ. അത് നിന്നെ വ്യക്തിപരമായി നിന്നെ സ്നേഹിച്ചു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ഈ സ്നേഹം നിന്റെ കൂടെയുണ്ട്. നീ നശിക്കത്തില്ല, നീ തകരുകയില്ല. കാര്യം കർത്താവിനുള്ള
വിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ പൈതലെ നീ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, രക്ഷപ്പെടും. നീ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കും. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ദൈവജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എൻ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഒപ്പം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് തന്നിരിക്കുന്ന അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. വചനം ജീവനാകട്ടെ, വചനം ചൈതന്യമാകട്ടെ, വചനം ജീവിപ്പിക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, യെസ്, അവരെ അനുഗ്രഹിക്കുന്ന നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. യേശു കർത്താവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ അഭിഷിക്ത അധികാരത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു, ആത്മാവിൽ ഉറപ്പിക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. കൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സമാധാനത്തിൽ നമ്മളെ കർത്താവ് പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ.